ദൈവത്തിന് മഹത്വം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം. എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായ്ക കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ശലോമോൻ്റെ ഹൃദയനിർഭരമായ പ്രാർത്ഥനയാണ്. തൻ്റെ പിതാവിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്നിലൂടെ നിവർത്തിച്ചത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശലോമോൻ പിതാക്കന്മാർക്ക് പകരം തലമുറകളെ ഇരുത്തുന്ന ദൈവം പിതാക്കന്മാരിലൂടെ ചെയ്ത ശുശ്രൂഷകൾ അതിനപ്പുറമായി തലമുറയിലൂടെ നിറവേറ്റുന്ന ദൈവം ദാവീദിന് ചെയ്യുവാൻ കഴിയാതിരുന്ന ആലയത്തിൻ്റെ പണികൾ ദാവീദിൻ്റെ മകനായ ശലോമോനിലൂടെ നിവർത്തിച്ചപ്പോൾ ശലോമോൻ ദൈവസന്നിധിയിൽ പറയുന്നു, എൻ്റെ പിതാവിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തെല്ലാമുണ്ടോ അത് ദൈവം തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. കാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, കാലഘട്ടങ്ങൾക്ക് മുൻപ് ദൈവം സംസാരിച്ചത് ദൈവം തലമുറകൾ കഴിഞ്ഞാലും നിയമങ്ങൾ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും നിറവേറ്റുമെന്ന് വചനം ഉറപ്പു തരുന്നു. യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടുമെന്ന യെശയ്യാവിൻ്റെ പ്രവചന ദൂതുകൾ നിറവേറുവാൻ കഴിയാത്ത നിലയിൽ യിശായിയുടെ കുടുംബം അതിൻ്റെ പരാജയങ്ങൾ, ശിഥിലങ്ങൾ ഉണ്ടായപ്പോൾ ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തു ജനിച്ചുവെന്നും ആ ശിഥിലമായി പോയ വംശാവലിയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഭൂലോകത്തിന് രക്ഷിതാവായി നൽകുവാൻ ദൈവം യെശയ്യാവിലൂടെ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചതും ഓർക്കുമ്പോൾ ദൈവം സംസാരിച്ച വാഗ്ദത്തവും വചനവും നിറവേറുവാൻ സാധ്യതകളും കാരണങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ലെങ്കിലും കാലങ്ങൾ കഴിഞ്ഞാലും സമയങ്ങൾ നീണ്ടുപോയാലും വേരറ്റുപോയതിൽ നിന്ന്, കുറ്റി പോലെ ശേഷിച്ചതിൽ നിന്ന് മുളയെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന അത്യുന്നതനായ ദൈവത്തോട് ശലോമോൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിനോട് എന്തെല്ലാം അരുളി ചെയ്തോ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. പിതാക്കന്മാരുടെ കാലത്ത് നിറവേറപ്പെടാത്ത വാഗ്ദത്തം, മാതാപിതാക്കളുടെ കണ്ണുനീരിൽ മറുപടികൾ വെളിപ്പെടാതിരുന്ന വിഷയങ്ങളിൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും വിടുതലുകൾ നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ദൈവം അരുളി ചെയ്തതിനാൽ അവിടുത്തെ കരം കൊണ്ട് അത് നിവർത്തിക്കാം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം കാലങ്ങൾക്ക് മുൻപ്, നാളുകൾക്ക് മുൻപ്, മാസങ്ങൾക്ക് മുൻപ് ദൈവം എന്ത് സംസാരിച്ചുവോ അത് തൻ്റെ വലങ്കരത്തിൻ്റെ ശക്തിയാൽ നിവർത്തിക്കും. ആ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ശൂന്യമായി പോയ, നഷ്ടപ്പെട്ടു പോയ വാഗ്ദത്തങ്ങളും നന്മകളും നിറവേറുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തങ്ങളെ കൊടുക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.